എല്ലാവർക്കും M4 ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷം 2025 CSAT എക്സാമിന് ചോദിച്ചിരുന്ന നമ്പർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അതിൽ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: എ നാച്ചുറൽ നമ്പർ n. നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോഴേ ഓർമ്മിക്കുക, n എന്ന് പറയുന്നത് 1 മുതൽ തുടങ്ങുന്ന നമ്പറുകളാണ്. 1, 2, 3 അങ്ങനെ പോകാം. ഫസ്റ്റ് മനസ്സിലാക്കിയത് then that it can be expressed, that means n can be expressed as the n is equal to p plus q plus r. Then they are saying where p, q and r are distinct factors. So ഈ 3 ഫാക്ടറുകളും എന്തായിരിക്കണം? ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. ഓക്കെ, സോ ഡിസ്റ്റിങ്ക്റ്റ് ആണ്, ഡിസ്റ്റിങ്ക്റ്റ് അല്ല എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ ഡിസ്റ്റിങ്ക്റ്റ് അല്ലെന്നോ ഡിസ്റ്റിങ്ക്റ്റ് ആണെന്നോ സ്പെസിഫിക്കലി പറയുന്നുണ്ടോ പറഞ്ഞിട്ടില്ല എന്ന് എപ്പോഴും ശ്രദ്ധിച്ചോളൂ. UPSC അത് വെച്ചിട്ടൊരു പല രീതിയിലും ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാനുണ്ട്. സോ അത് വളരെ കെയർഫുൾ ആയിട്ട് നോക്കണം. ഓക്കെ, ഇവിടെ പറയുന്നത് n എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പർ ആണ്. ഈ നാച്ചുറൽ നമ്പറിനെ നമുക്ക് ആ നാച്ചുറൽ നമ്പറിന്റെ 3 ഡിസ്റ്റിങ്ക്റ്റ് ഫാക്ടറുകളുടെ സം ആയിട്ട് എഴുതാൻ കഴിയണം. ഓക്കെ, ഹൗ മെനി നമ്പേഴ്സ് ബിലോ 50 ഹാവ് ദിസ് പ്രോപ്പർട്ടി? 50ൽ താഴെയുള്ള എത്ര നമ്പറുകൾക്കാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്? അതായത് 1 മുതൽ 50 വരെയുള്ള നാച്ചുറൽ നമ്പറുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര നാച്ചുറൽ നമ്പറുകളെയാണ് അവരുടെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള 3 ഫാക്ടറുകളുടെ സമ്മായി എഴുതാൻ കഴിയുക എന്നാണ് നമ്മുടെ ചോദ്യം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. നമുക്കിപ്പോൾ 1 എടുക്കാം. 1 എടുത്തു കഴിഞ്ഞാൽ 1ന്റെ ഫാക്ടർ 1 മാത്രമാണ്. അപ്പൊ ഒരിക്കലും 1നെ നമുക്ക് 3 നമ്പറുകളുടെ സമ്മായിട്ട് എഴുതാൻ പറ്റത്തില്ല. ഓക്കെ, നാച്ചുറൽ നമ്പറുകളുടെ ഫാക്ടറുകളുടെ സമ്മായിട്ട് എഴുതാൻ പറ്റത്തില്ല. 2 എടുത്ത് നോക്കിയേ, 2ന്റെ ഫാക്ടറുകൾ 1ഉം 2ഉം ആണ്. ഞാൻ ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഡയറക്റ്റ് നമുക്ക് ചെയ്യാവുന്ന മെത്തേഡ്സ് ഉള്ളൂ, അല്ലാതെ ഡയറക്റ്റ് ഒരു കോൺസെപ്റ്റ് വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 2ന് ആകെപ്പാട് 2 ഫാക്ടറേ ഉള്ളൂ. നമുക്ക് പക്ഷെ 3 ഫാക്ടർ ആയിട്ട് 3 ഡിസ്റ്റിങ്ക്റ്റ് ഫാക്ടറുകളുടെ സമ്മായിട്ട് എഴുതണം. അപ്പൊ 1 2 3 നോക്കിയേക്ക്, 1 ഉണ്ട് 3 ഉണ്ട്. ശരിയല്ലേ? 1 3 പറയുമ്പോൾ ഉറപ്പായിട്ടും 1 + 3 നമുക്ക് 2 ഫാക്ടറേ ഉള്ളൂ, 3 ഫാക്ടർ അല്ല. അപ്പൊ നമുക്ക് പ്രൈം നമ്പറുകൾ അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാനായിട്ട്. കാരണം പ്രൈം നമ്പറുകൾക്ക് എത്ര ഫാക്ടറുകളേ ഉള്ളൂ? 2 ഫാക്ടറുകളേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കുറെ നമ്പേഴ്സിനെ ഒഴിവാക്കാൻ പറ്റും. സോ 3 പറ്റത്തില്ല. 4 നോക്കിയേ, 4ന്റെ ഫാക്ടർ 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്. പക്ഷേ 1 + 2 + 4 ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? പറ്റത്തില്ല. കാര്യം 1 + 2 + 4 എന്ന് പറയുന്നത് 1 + 2 + 4 എന്ന് പറയുന്നത് എത്രയാണ്? 7 ആണ്. എന്തല്ല? 4 അല്ല. നമുക്ക് എന്ത് കിട്ടണം? ഡിസ്റ്റിങ്ക്റ്റ് ഫാക്ടറുകളുടെ സം എഴുതുമ്പോൾ എന്ത് കിട്ടണം? ആ നാച്ചുറൽ നമ്പർ കിട്ടണം. സോ 5നെ നമുക്ക് എഴുതാൻ പറ്റുമോ? 5ന് നമുക്ക് ഏതൊക്കെ ഫാക്ടറേ ഉള്ളൂടാ? 1ഉം 5ഉം മാത്രമേ ഉള്ളൂ. സോ പറ്റത്തില്ല. സോ നെക്സ്റ്റ് നമുക്ക് 6ന്റെ കേസ് നോക്കി വെക്കാം. 6 നോക്കിയേ, 6ന്റെ ഫാക്ടർ 1 ഒരു ഫാക്ടറാണ്, 2 ഒരു ഫാക്ടറാണ്, 3 ഒരു ഫാക്ടറാണ്, 6 ഒരു ഫാക്ടറാണ്. ഓക്കെ അല്ലേ? സോ നിങ്ങൾ നോക്കിയേ, 1 + 2 + 3 ഈസ് ഈക്വൽ ടു എത്രയാ? 1 + 2 3 ആണ്, 3 + 3 എത്രയാണ്? 6 ആണ്. 1ഉം 2ഉം 3ഉം ഡിസ്റ്റിങ്ക്റ്റ് ഫാക്ടറുകളാണ്. അപ്പൊ നമുക്ക് ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞു, 6. ക്ലിയർ അല്ലേ? സോ നമുക്കിവിടെ എത്ര നമ്പർ? അപ്പൊ നിങ്ങൾ 1 മുതൽ 50 വരെ ഇതുപോലെ എഴുതി കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? പ്രൈം നമ്പറുകൾ എലിമിനേറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അത് ഒരുപാട് ടാസ്ക് ആണ്, നമുക്ക് ടൈം കൺസ്യൂം ചെയ്യണം. സോ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റ്, 6ഉം 6ന്റെ മൾട്ടിപ്പിളുകളും നമുക്ക് ഈ രീതിയിൽ എഴുതാനായിട്ട് കഴിയും. മറക്കരുത്, 6ഉം 6ന്റെ മൾട്ടിപ്പിളുകളും നമുക്ക് ഈ രീതിയിൽ, ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ എഴുതാനായിട്ട് കഴിയും. സോ അങ്ങനെയാണെങ്കിൽ 6 നമുക്ക് എഴുതാൻ പറ്റും. 6ന്റെ തൊട്ടടുത്ത മൾട്ടിപ്പിൾ 12 എഴുതാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കുക. 12 എന്ന് പറയുന്നത് 1 + 2 + 3 × 2 ആണ്. അതായത് ഇയാളുടെ ഫാക്ടറുകൾ എന്ന് പറയുമ്പോൾ 2 + 4 + 6 എഴുതാൻ പറ്റും. നോക്കി കിട്ടോ? അങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 18 എഴുതാൻ പറ്റും, 24 എഴുതാൻ പറ്റും, 30 എഴുതാൻ പറ്റും, 36 എഴുതാൻ പറ്റും, 42 എഴുതാൻ പറ്റും, 48 എഴുതാൻ കഴിയും. സോ അങ്ങനെയാണെങ്കിൽ 1 2 3 4 5 6 7 8. So the answer is option C. So good idea. So simple ആണ്, ആലോചിച്ച് നോക്കുക. ഞാൻ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് വേറൊരു കോൺസെപ്റ്റ് കൂടി പറഞ്ഞുതരാം. ഇനിയിപ്പോ ഇത് 3 നമ്പേഴ്സിന്റെ ഒരു നാച്ചുറൽ നമ്പറിനെ എന്തായിട്ട് എഴുതാനാ? ആ നമ്പറിന്റെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള 3 ഫാക്ടേഴ്സിന്റെ സമ്മായിട്ട് എഴുതാനാണ് ചോദിച്ചിരുന്നത്. ഇനി എക്സാമിന് വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ 4 ഫാക്ടറുകളുടെ സമ്മായിട്ട് എഴുതാൻ പറ്റുമെന്ന് ചോദിക്കാം. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, ഇതുപോലെ തന്നെയാണ് 10ന് മുകളിലുള്ള 6ന്റെ മൾട്ടിപ്പിളുകളെല്ലാം നമുക്ക് 4 ഫാക്ടറുകളുടെ സമ്മായിട്ട് എഴുതാൻ പറ്റും. മറന്നു പോകരുത്. 6ന് മുകളിലുള്ള 10ന് മുകളിലുള്ള
ആരുടെ 6ന്റെ മൾട്ടിപ്പിളുകൾക്ക് 12, 18, 24 ഇവരെല്ലാം നമുക്ക് അവരുടെ 4 ഫാക്ടറുകളുടെ സമ്മായിട്ട് എഴുതാനും കഴിയും. സോ 6ന്റെ മൾട്ടിപ്പിളുകൾ മാത്രമല്ല അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സോ 4 ഫാക്ടറുകൾ ഞാൻ എക്സ്ട്രാ പറയുന്നതാണ് കേട്ടോ, വേണമെങ്കിൽ എഴുതിയാൽ മതി, ശ്രദ്ധിച്ചിരിക്കുക. 4 ഫാക്ടറുകളുടെ സം, അതായത് n = p + q + r + s. ഈ പിയും ക്യൂവും ആറും എസും എന്താണെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റുന്ന നമ്പറുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് 12നെ അങ്ങനെ എഴുതാൻ പറ്റും, 18 അങ്ങനെ എഴുതാൻ പറ്റും. ഇപ്പൊ ഞാൻ ബിലോ 50 ആ ചെയ്യുന്നത് കേട്ടോ. 12 എഴുതാൻ പറ്റും, 18 എഴുതാൻ പറ്റും, 24 എഴുതാൻ പറ്റും, 30 എഴുതാൻ പറ്റും, 36 എഴുതാൻ പറ്റും, 42 എഴുതാൻ പറ്റും, അതുപോലെ തന്നെ നിങ്ങൾക്ക് 48 എഴുതാൻ പറ്റും. സോ ഇത് കൂടാതെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് 20 എന്ന നമ്പറിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. 40 എന്ന നമ്പറിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ എഴുതാനായിട്ട് കഴിയും. മറക്കരുത്. സോ 4 ഡിസ്റ്റിങ്ക്റ്റ് ഫാക്ടറുകളുടെ സമ്മായിട്ട് എഴുതാൻ കഴിയുന്ന നമ്പറുകളാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. 12 ഉണ്ട്, 18, 1, 2, 3, 4, 5, 6, 7, 8, 9. ഓക്കെ, സോ 9 നമ്പേഴ്സ് നമുക്ക് ഈ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റൂല, എഴുതാനായിട്ട് കഴിയും. ഓക്കെ, സോ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായെന്ന് കരുതുന്നു. സോ ഇത് നിങ്ങൾ നോട്ടായിട്ട് വെച്ചേക്കുക. അടുത്ത ചോദ്യം ഇതാണ്. 3 പ്രൈം നമ്പേഴ്സ് p, q and r each less than 20 are such that p minus q is equal to q minus r. How many distinct possible values can we get for p plus q plus r? ഓക്കെ അല്ലേ? നോക്ക്, p എന്ന് പറയുന്ന ഒരു നമ്പർ, q എന്ന് പറയുന്ന നമ്പർ, r എന്ന് പറയുന്ന നമ്പർ, ഇവയെല്ലാം പ്രൈം നമ്പറുകളാണ്. they are less than 20 ആണ്. അപ്പൊ പിക്കും ക്യൂക്കും ആറിനും പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ഏതൊക്കെയാണ്? 20സിന് താഴെയുള്ള പ്രൈം നമ്പറുകൾ. 20സിന് താഴെയുള്ള പ്രൈം നമ്പർ ഏതൊക്കെയാണ്? 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്, 11 ഉണ്ട്, 13 ഉണ്ട്, 17 ഉണ്ട്, 19 ഉണ്ട്. ഇത്രയുമാണ് 20ക്ക് താഴെയുള്ള പ്രൈം നമ്പറുകൾ. ഇനി ഈ പ്രൈം നമ്പറുകൾ നോക്കിയേ, പി എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പറിൽ നിന്ന് ക്യൂ എന്ന് പറയുന്ന മറ്റൊരു പ്രൈം നമ്പറിൽ കുറച്ച് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ക്യൂ എന്ന പ്രൈം നമ്പറിൽ നിന്ന് ആർ എന്ന് പറയുന്ന പ്രൈം നമ്പർ സബ്ട്രാക്ട് ചെയ്താൽ കുറച്ചാൽ കിട്ടുന്നതായിരിക്കണം. അങ്ങനെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആകുന്ന പെയറുകൾ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിച്ചതിന് ശേഷം പി പ്ലസ് ക്യൂ പ്ലസ് ആറിന്റെ വില എന്തും ആയിരിക്കണം? ഡിസ്റ്റിങ്ക്റ്റും ആയിരിക്കണം. അങ്ങനത്തെ എത്ര ഈ 2 കണ്ടീഷൻ എന്താകുന്ന സാറ്റിസ്ഫൈഡ് ആകുന്ന ഏതൊക്കെ വാല്യൂസ്, എത്ര വാല്യൂസ് ഉണ്ടെന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, സോ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ സം എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. റിസൾട്ട് എന്താവണമെന്ന് പറയുന്നു? ഡിസ്റ്റിങ്ക്റ്റ് ആവണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ പിയോ ക്യൂओ ആറോ ഡിസ്റ്റിങ്ക്റ്റ് ആകണമെന്ന് പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് പിന്റെ വിലയും ക്യൂവിന്റെ വിലയും ആറിന്റെ വാല്യൂവും എന്തായിട്ട് എടുക്കാം? സെയിം ആയിട്ട് എടുക്കാം. അങ്ങനെ എടുക്കുവാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, 2 മൈനസ് പി, ഇപ്പൊ ഞാനിവിടെ 2 എടുക്കുവാണ്, ഫസ്റ്റ് പ്രൈം നമ്പർ എടുക്കുവാണ്. നോക്കിയേ, മറ്റേ കണ്ടീഷൻ നോക്കാം. 2 മൈനസ് 2 ഇസ് ഈക്വൽ ടു 2 മൈനസ് 2. ശരിയല്ലേ? എനിക്ക് എന്ത് കിട്ടും? ഉറപ്പായിട്ടും ഈക്വൽ ആണ്. 2 മൈനസ് 2 ഇസ് ഈക്വൽ ടു 2 മൈനസ് 2. എത്ര കിട്ടുക? 0 കിട്ടുക. അങ്ങനെയാണെങ്കിൽ പിന്റെ വില 2 ആണ്, ക്യൂവിന്റെ വില 2 ആണ്, ആറിന്റെ വില 2 ആണ്. സോ 2 പ്ലസ് 2 എന്ന് പറയുന്നത് എത്ര കിട്ടും? 6 കിട്ടും. അങ്ങനെ എനിക്ക് 2ന്റെ കേസ് എഴുതാം, 3ന്റെ കേസ് എഴുതാം, 5 കേസ് എഴുതാം, അങ്ങനെ എല്ലാം എഴുതാം. സോ വേറെയും പേരുകൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പക്ഷെ അത് ടൈം കൺസ്യൂമിംഗ് ആണ്. ഒരിക്കലും UPSC അങ്ങനെ ഒരു എല്ലാം കണ്ടുപിടിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ലല്ലോ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ ലോജിക്ക് വേണം അപ്ലൈ ചെയ്യാൻ. നിങ്ങൾ എല്ലാം ചെയ്തേ പറ്റുള്ളൂ, നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നാലും ഞാൻ ചെയ്യുന്നില്ല. ഇവിടെ നിങ്ങളുടെ ആൻസർ നോക്കി, ഇവിടെ തന്നെ 1, 2, 3, 4, 5, 6, 7, 8 പ്രൈം നമ്പർ ഉണ്ട്. അപ്പൊ ഉറപ്പായിട്ടും മോർ ദാൻ 6 ആയിരിക്കും ആൻസർ. സോ ദ ആൻസർ ഈസ് മോർ ദാൻ 6. അടുത്ത ചോദ്യം ഇതാണ്. ഹൗ മെനി പോസിബിൾ വാല്യൂസ് ഓഫ് പി പ്ലസ് ക്യൂ പ്ലസ് ആർ ആർ ദർ സാറ്റിസ്ഫൈങ് 1 by p plus 1 by q plus 1 by r is equal to 1, where p, q and r are natural numbers and they are saying not necessarily distinct. But distinct ആണോ അല്ലയോ എന്നുള്ള കേസ് പറഞ്ഞിട്ടുണ്ട്. നോട്ട് നെസസറിലി ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അതായത് പിന്റെയും ക്യൂവിന്റെയും ആറിന്റെ വില ഡിസ്റ്റിങ്ക്റ്റ് ആകാം, അല്ലാതെ ഇരിക്കാം. സോ വളരെ കെയർഫുൾ ആയിട്ട് നോക്കുക. ഇനി അവർ പറയുന്നത് പിയും ക്യൂവും ആറും എന്താവാം? നാച്ചുറൽ നമ്പറുകളാണ്. എന്താണ്? 1 മുതൽ 2 അങ്ങനെ ഏത് നമ്പർ വേണമെങ്കിലും ആകാമെന്നാണ് അവർ പറയുന്നത്. നാച്ചുറൽ നമ്പർ ആണ്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൗ മെനി പോസിബിൾ വാല്യൂസ് ഓഫ് പി പ്ലസ് ക്യൂ പ്ലസ് ആർ എന്നാണ്. ഈ താഴെ പറയുന്ന ഈ കണ്ടീഷൻ എന്തായിരിക്കണം? സാറ്റിസ്ഫൈഡ് ആകണം. 1 by p plus 1 by q plus 1 by r എന്ന് പറയുന്നത് 1 ആകുകയും വേണം. അങ്ങനെ 1 കിട്ടുന്ന എത്ര
പിന്റെയും ക്യൂവിന്റെയും ആറിന്റെയും സം റിസൾട്ട് എത്ര പോസിബിലിറ്റി ഉണ്ടെന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് പിയും ക്യൂ ആർ കണ്ടുപിടിച്ച് നോക്കണം ഏതൊക്കെയുണ്ടെന്ന്. സോ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചേ, നിങ്ങൾക്ക് എല്ലാവരും ആദ്യം എഴുതുന്ന ഒരു കാര്യം എന്തായിരിക്കാം? 1/3 പ്ലസ് 1/3 പ്ലസ് 1/3 എന്താണ്? 1 ആണ്. ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. സോ ഒരു ഓപ്ഷൻ എന്താണ്? പി പ്ലസ് ക്യൂ പ്ലസ് ആർ എന്ന് പറയുന്നത്, പി പ്ലസ് ക്യൂ പ്ലസ് ആർ എന്ന് പറയുന്നത് 1 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഓക്കെ, സോറി, പി പ്ലസ് ക്യൂ പ്ലസ് ആർ എന്ന് പറയുന്നത് എന്താവാം? 3 പ്ലസ് 3 പ്ലസ് 3 എത്രയാകാം? 9 ആവാം. ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഓപ്ഷൻ എ എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. ഇതെല്ലാവരും എഴുതി കാണും. സോ ഇനി ഒരുപാട് നാച്ചുറൽ നമ്പറുകൾ ഇങ്ങനെ ലെങ്തി ആയിട്ട് കിടക്കുവാണ് അല്ലെ, ഒരുപാടുണ്ട്. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ എവിടെ നിന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും? ഒരു ലോജിക്കലി നമ്മൾ ചിന്തിക്കുന്ന ആളുകള് മോർ ദാൻ 3 എന്ന് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മോർ ദാൻ 3. അപ്പൊ കുറെ ആളുകളും ചിലപ്പോൾ ഈ മോർ ദാൻ 3 ആയിരിക്കും ആൻസർ ആയിട്ട് ചെയ്തിട്ടുണ്ടാവുക. കാരണം നാച്ചുറൽ നമ്പർ ഒത്തിരി ഉണ്ടല്ലോ. കുറച്ചൊക്കെ ലോജിക്കുള്ള ആളുകൾ ചിലപ്പോൾ കേട്ടോ, ലോജിക്ക് കൊണ്ട് മണ്ടരുമായിരിക്കും കുറച്ച്. എങ്ങനെയാണെങ്കിൽ നമ്മൾ 3 അടിക്കുക. ഓക്കെ, അത് പെട്ടെന്ന് ചെയ്തു പോകാനുള്ള ധൃതിയിലാണ്. സോ നമ്മൾ എന്ത് ചെയ്യും? നോർമലി ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് ഒന്നുകൂടി സ്പെസിഫിക്കലി നോക്കാം. ശ്രദ്ധിച്ചു നോക്കാം. നമുക്ക് 3 ഫ്രാക്ഷനുകൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടണം? 1 കിട്ടണം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഈ ഫ്രാക്ഷനുകൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രാക്ഷനുകളെ പെർസെന്റേജുകളായിട്ടും പരിഗണിച്ച് ചെയ്യാൻ പറ്റും. സോ അതാണ് കുറച്ചുകൂടി ചില സമയങ്ങളിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പെർസെന്റേജ് വെച്ചാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ, ബാക്കി നമുക്ക് നോക്കുമ്പോൾ ഒരുപാട് പോകാൻ തോന്നുന്നത് കൊണ്ട് ഞാൻ ഇതിന് എന്തിലോട്ട് മാറ്റുകയാണ്? പെർസെന്റേജിലോട്ട് മാറ്റുകയാണ്. കാരണം ഓപ്ഷൻസ് നോക്കിയപ്പോൾ 1, 3, മോർ ദാൻ 3. അപ്പൊ നമുക്കൊരു 4 ഉണ്ടോ 3 ഉണ്ടോ 1 ആണോ ഒന്നും ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പൊ അതേക്ക് നമുക്ക് ആദ്യത്തെ കുറച്ച് പേരെ ഒന്ന് പരിശോധിച്ച് നോക്കാം. പിന്നെ അങ്ങോട്ട് എല്ലാം ഫുള്ള് ചെയ്യണ്ടല്ലോ. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ കുറച്ച് ഫ്രാക്ഷനുകൾ നോക്കാം. ആദ്യത്തെ ഫ്രാക്ഷൻ നിങ്ങൾക്ക് അറിയാം 1/1, ദാറ്റ് ഈസ് 100%. ഇനി ഏതുണ്ടാവാം? 1/x എന്ന ഫോർമാറ്റിൽ വരുന്നത് 1/2 ഉണ്ട്. എത്ര ശതമാനമാ? 50% ആണ്. അടുത്ത ഏതാടാ? 1/3, 33.33. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 33.33. ഏതായാലും കുഴപ്പമില്ല, ഇങ്ങനെ എഴുതിയാലും മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതിയാലും മതി. നിങ്ങൾക്ക് കാര്യം അറിയാലോ. ഓക്കെ, ദെൻ 1/4 എന്ന് പറയുമ്പോൾ എത്ര പെർസെന്റേജാ? 25%. ഓക്കെ, ദെൻ 1/5 എന്ന് പറഞ്ഞാൽ എത്ര പെർസെന്റേജാ? 20% ആണ്. ദെൻ 1/6 എന്ന് പറഞ്ഞാൽ എത്ര പെർസെന്റേജാ? 16, 2/3% ആണ്. ഓക്കെ, സോ 16.67 16.66 ഒക്കെ എങ്ങനെ എടുക്കാം നിങ്ങൾക്ക്. ഓക്കെ, ദെൻ 1/7 എന്ന് പറഞ്ഞാൽ 14, 2/7 ആണ്. 1/8 എന്ന് പറഞ്ഞാൽ 12, 1/2 ആണ്. 12.5 ആണ്. അങ്ങനെ 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 പോകും. 1/9 ആണെങ്കിൽ എത്ര കിട്ടടാ? 1/9 എന്ന് പറഞ്ഞാൽ 11, 1/9% ആണ്. ദെൻ 1/10 ആണെങ്കിൽ 10% ആണ്. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ ഫ്രാക്ഷനുകൾ വെച്ച് നോക്കാം. ഇനി എന്തുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് എഴുതാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ തന്നിരിക്കുന്ന ഫ്രാക്ഷനിൽ ഏത് ടേമിലാണ് മക്കളെ? 1/x എന്ന ടേമിലാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. ഇവിടുത്തെ ഈ എക്സിന്റെ വാല്യൂ കൂടുമ്പോൾ 1/x വാല്യൂ എന്ത് ചെയ്താ വരുന്നത്? കുറഞ്ഞു വരുന്നത്. കോമൺ സെൻസ് ആണ്, ശരിയല്ലേ? ഒരു ഫ്രാക്ഷൻ 1/x എന്ന ഫോർമാറ്റിലുള്ള ഫ്രാക്ഷനിൽ നീക്കുമ്പോൾ ഈ എക്സിന്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ ഫ്രാക്ഷന്റെ വാല്യൂ എന്ത് ചെയ്യും? കുറഞ്ഞു വരും. അങ്ങനെയാണ് നോക്കി. 1/1 ആയിരുന്നു 100 ആയി, 1/2 ആയപ്പോൾ 50 ആയി, 1/3 ആയപ്പോൾ 33.1/3 ആയി, 33.33 അല്ലെങ്കിൽ 33 1/3 ആയി, 1/4 25. അതായത് താഴത്തെ വാല്യൂ കുറഞ്ഞു വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? കൂടി വരുമ്പോൾ ഫ്രാക്ഷന്റെ വാല്യൂ കുറഞ്ഞു വരുവാണ്, ശരിയല്ലേ? നിങ്ങൾ നോക്കി, നമുക്ക് 3 ഫ്രാക്ഷനുകൾ ആഡ് ചെയ്യുമ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള നമ്പറുകളെ എന്ത് ചെയ്യുക? ഡിസ്റ്റിങ്ക്റ്റോ അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് അല്ലാതെയോ 3 ഫ്രാക്ഷനുകൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണോടാ? 100 കിട്ടണം. നിങ്ങൾ നോക്കി, നമുക്ക് ഈ 1/10 ഒന്ന് എടുത്തോ. 1/10 പ്ലസ് 1/10 പ്ലസ് 1/10 ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടുക? 3/10. അല്ലെങ്കിൽ ഇത് 10% ആണ്, ഇത് 10% ആണ്, ഇത് 10% ആണ്. സോ യു വിൽ ഗെറ്റ് 30%. ശരിയല്ലേ? ആണോ? അപ്പോ ഇനി ഇതിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്തായിരിക്കും? ഇതിനേക്കാൾ വളരെ വളരെ ചെറിയ നമ്പറുകളാണ് കിട്ടുക. അപ്പൊ നമുക്ക് ആദ്യം അതിനേക്കാൾ മുകളിലുള്ള വലിയ നമ്പറുകൾ വെച്ച് നോക്കാം. നമുക്കിപ്പം 1 ഉണ്ടോ 3 ജോഡിയുണ്ടോ മോർ ദാൻ 3 ആണെന്നല്ലേ ചോദ്യമുള്ളൂ. നമുക്ക് ആദ്യത്തെ ഇവര് വെച്ചൊന്ന് ചെയ്തു നോക്കാം. അതിനുശേഷം നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ പോവാം. അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. കാര്യം വളരെ ചെറിയ നമ്പറുകളായിരിക്കും. 3 വരെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടില്ല. കാരണം ഈ 10% 1/10 തന്നെ ആഡ് ചെയ്താൽ തന്നെ നമുക്ക് 30% കിട്ടുന്നുള്ളൂ. ഇനി ഒരു 1/11 ആകുമ്പോൾ അതിനേക്കാളും ചെറുതായി ഒരുപാട് ചെറുതായി പോകും. സോ നമുക്ക് ആദ്യത്തെ കേസ് നോക്കാം മക്കളെ. നിങ്ങൾ ആദ്യത്തേത് ഈ ഒരു 50% എടുക്കേ. 50% എന്ന് പറഞ്ഞാൽ എത്രയാ? 1/2. ഇനി 50%നോട് എന്ത് ചെയ്യണം? ഒരു 50% കൂടി ആഡ് ചെയ്യണം. അപ്പൊ നമുക്കിവിടെ 3 ഫ്രാക്ഷൻ വേണ്ടേ? ഒരു 50%ന് പകരം നമുക്ക് എന്ത് ചെയ്യാം? 25% പ്ലസ് 25% എന്ന് എടുക്കാം, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് എത്രയാണ് മക്കളെ? 1/4 പ്ലസ് 1/4, ശരിയല്ലേ? അപ്പോ നമുക്കറിയാം ഇത് പിന്റെ വില എന്താടാ? 2 ആണ്. ക്യൂവിന്റെ വില ഇതാണ്. ആറിന്റെ വിലയും 6 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു പെയർ കിട്ടി. 2 പ്ലസ് 4 പ്ലസ് 4. ഓക്കെ, സോ ഒരു പെയർ ഉണ്ട്.
ഓക്കെ അല്ലേ? അപ്പൊ ഒന്നായി. അപ്പൊ നൺ എന്ന ഓപ്ഷൻ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ദെൻ നമ്മൾ ആൾറെഡി 1/3 എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി 1/2 വെച്ച് വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കടാ, 50% കഴിഞ്ഞാൽ ഇനി എന്ത് വേണം? നമുക്ക് അടുത്ത കേസ് ഇവിടെ നോക്കി നോക്ക്. 50% കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു 50 കൂടെ വേണം. അപ്പൊ 25 ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഒരു 50 എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ നോക്കി നോക്ക്. ഈ 33.1/3 അല്ലെങ്കിൽ 33.33 പ്ലസ് ഇവിടെ ഒരു 16, ഇത് ഇത്രയും എഴുതി വെച്ച് നോക്കുമ്പോഴേ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും എഴുതി നോക്കണം. ഓക്കെ, 16 2/3 ഇത് നിങ്ങൾ ആഡ് ചെയ്ത് നോക്കട്ടെ. ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 33.333 ആണ്, ഇത് 16.67 ആണ്. സോ യു വിൽ ഗെറ്റ് ദിസ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടുക? 50 ആ കിട്ടുക. എത്ര കിട്ടുക? 50 ആണ് കിട്ടുക. ഓക്കെ, സോ ഇവിടെ ഒരു 50 ഉണ്ടല്ലോ. ഈ 50 എന്ന് പറഞ്ഞാൽ എത്രയാടാ? 1/2 അല്ലേ? ഇത് എത്രയാടാ? 1/3 അല്ലേടാ? ഇത് എത്രയാടാ? 1/6 അല്ലേ? സോ യു വിൽ ഗെറ്റ് 2 + 3 + 6. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു പെയർ ആൾറെഡി കിട്ടിയായിരുന്നു. ഏതാ? 1/3. അത് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്, എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. 1/3 + 1/3 + 1/3 1 ആണെന്ന് അറിയാം. അപ്പോ 3 + 3 + 3 ഒരു പെയർ ഉണ്ട്. 2 + 4 + 4 ഒരു പെയർ ഉണ്ട്. അടുത്ത് ഏതാ? 2 3 + 3 + 6 ഒരു പെയർ ഉണ്ട്. ഇനി നിങ്ങൾ നോക്കി നോക്കടാ, ഇതുപോലെ ഈ തന്നിരിക്കുന്ന ആളുകളെ 3 ആളുകളെ ആഡ് ചെയ്താൽ ഏതെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ? നോക്കും. ഇപ്പൊ നിങ്ങൾ 33.33 എടുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാരും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 66.67 കിട്ടണം. അതൊരു ഓപ്ഷൻ നമുക്ക് കിട്ടി. സോ ഇനി അടുത്ത നിങ്ങൾ 33.1/3 എടുത്താൽ 33.33 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ കിട്ടണമെങ്കിൽ 2 1/3 ആഡ് ചെയ്യണം. അത് നമ്മൾ പെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഏതെടുത്ത് നോക്കാം? 1/4 എടുത്തോ, 25. 1/4 എടുത്തു കഴിഞ്ഞാൽ ഇനി ബാക്കി 2 പേരെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടണം? 75 കിട്ടണം. എത്ര കിട്ടണം? 75 കിട്ടണമെങ്കിൽ 50ഉം 25ഉം അത് നമ്മൾ ആൾറെഡി എന്ത് ചെയ്ത് കഴിഞ്ഞു? പരിഗണിച്ചു കഴിഞ്ഞു. വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? 1/4 എടുത്തു കഴിഞ്ഞാൽ, ഒരു 1/4 എടുത്തു കഴിഞ്ഞാൽ ബാക്കി 75%, അതായത് 25% എടുത്താൽ അടുത്ത് എത്ര കിട്ടണം? 75% കിട്ടണം. അങ്ങനത്തെ ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്ക് ഇതിന് പിക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല മക്കളെ, അങ്ങനെ ഇല്ല. നിങ്ങൾ 20 എടുത്ത് നോക്കൂ. 20 എടുത്താൽ ബാക്കി 2 പേരെ ആഡ് ചെയ്യുമ്പോൾ 80 കിട്ടണം. അങ്ങനെ ഇതിൽ ഏതെങ്കിലും 80 കിട്ടുമോ? 50നോട് 30 കൂട്ടിയാലല്ലേ 80 കിട്ടൂ. ഇവിടെ 33.1/3 അല്ലേ ഉള്ളൂ, 33.33 അല്ലേ ഉള്ളൂ. സോ അപ്പൊ ഇനി താഴോട്ട് പോയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു 100 കിട്ടാനുള്ള സാധ്യത ഇല്ല. ഇല്ല, കിട്ടത്തില്ല. സോ അപ്പൊ നമുക്ക് മാക്സിമം ഉണ്ടാക്കാൻ പറ്റുന്നത് 3 പേരുകളാണ്. സോ ഓപ്ഷൻ 3 is the right answer. ഓപ്ഷൻ 3 is the right answer. സോ നിങ്ങൾ ഈ പെർസെന്റേജുകൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. എന്നിട്ട് ഈ പെർസെന്റേജുകൾ ആഡ് ചെയ്ത് എത്ര നിങ്ങൾ ഇതിനെ എഴുതി നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. 2-3 എഴുതുമ്പോഴേക്കും ചെയ്യുമ്പോൾ തന്നെ ലോജിക്ക് കിട്ടും. ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, കിട്ടത്തില്ല എന്ന്. സോ ക്ലിയർ അല്ലേ? ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തു നോക്കുക. സോ വിൽ ഗെറ്റ് ദ ആൻസർ, വിൽ ഗെറ്റ് ദ ഐഡിയ. ഓക്കെ, സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. മക്കളെ, അടുത്ത ചോദ്യം ഇതാണ്. What is the unit digit in the multiplication of the given? ഓക്കെ, ഒരു മൾട്ടിപ്ലിക്കേഷൻ തന്നിട്ടുണ്ട്, അതിന്റെ യൂണിറ്റ് ഡിജിറ്റ് ആണ് ചോദ്യം. മക്കളെ, ഇവിടെ നിങ്ങൾ നോക്കിയേ. ചോദ്യം ഇങ്ങനെയാണ്: 1 3 5 7 9 അങ്ങനെ പോയി ഒരു 999 വരെ പോയിട്ടുണ്ട്. ഓക്കെ, സോ ഇതെല്ലാം ഓഡ് നമ്പറുകളല്ലേ മക്കളെ? ഓഡ് നമ്പറുകളല്ലേ? നിങ്ങൾക്കറിയാം, ഓഡ് നമ്പറിനെ ഒരു ഓഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ആൾവേസ് ഗെറ്റ് ഓഡ് നമ്പർ. സോ മറന്നു പോകരുത്, നിങ്ങൾക്കൊരു ഓഡ് നമ്പറെ കിട്ടും. ഓഡ് നമ്പർ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ നമ്പർ എന്തായിരിക്കണം? 1 3 5 7 9. ഇത് UPSC അറിയാലോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഓപ്ഷനുകളെല്ലാം തന്നിരിക്കുന്നത് എന്ത് തന്നെയാണ്? ഓഡ് നമ്പർ തന്നെയാണ്. അപ്പൊ പിന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഇത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയാണ്. സോ സിമ്പിൾ ആണ്. അപ്പൊ ഓഡ് ഇൻറ്റു ഓഡ് മൾട്ടിപ്ലൈ ചെയ്ത് എന്തേ കിട്ടുള്ളൂ? ഓഡേ കിട്ടുള്ളൂ. അത് നമുക്ക് സെറ്റാണ്. ഇനി നിങ്ങൾ നോക്കിയേ, ഇതിനകത്ത് 5 ഉണ്ടോ എന്ന് നോക്കണം. സോ നിങ്ങൾ എപ്പോഴും UPSCക്ക് ഈ യൂണിറ്റ് ഡിജിറ്റ് 0 വരുന്ന ഒരു കേസ് എത്ര സീറോസ് വരുന്നെന്ന് ചോദിക്കാറുണ്ട്. അല്ലാതെ യൂണിറ്റ് ഡിജിറ്റ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. സീറോസിന്റെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എത്ര 2-ന്റെയും 5-ന്റെയും പെയർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറയാറുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? എത്ര 0 എൻഡിൽ വരുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാറുള്ളൂ. അതുപോലെ ഞാൻ ഇവിടെ പറയുന്നതാണ് മക്കളെ, 5 വരുന്നുണ്ടെങ്കിൽ 5 വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. 5 വരുന്നുണ്ടെങ്കിൽ 5 ഇൻറ്റു ഒരു ഓഡ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ always the unit digit is 5. That is, നിങ്ങൾക്കറിയാം 5നെ ഏതൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, ഒരു ഓഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5 എൻഡിൽ അവസാനിക്കും കിട്ടും. അല്ലെങ്കിൽ 5ന്റെ ഈവൻ നമ്പർ എന്ന് പറയുന്നത് 0യിൽ അവസാനിക്കും. അതായത് 5നെ ഒരു ഈവൻ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ
യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. 5നെ ഒരു ഓഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുള്ളൂ? 5 കിട്ടത്തുള്ളൂ. മക്കളെ ഇവിടെ 5 ഉണ്ടടാ, ബാക്കിയെല്ലാം ഓഡ് നമ്പറുകളല്ലേ. ഈ ഓഡ് നമ്പറുകളെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് ഓഡ്, ദാറ്റ് ഈസ് 5 into ഓഡ് എന്നല്ലേ വരിക. 5 into ഓഡ് ആണെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 5 ആയിരിക്കും. കാരണം 5ന്റെ മൾട്ടിപ്പിളുകൾ വരുമ്പോൾ ഒന്നുകിൽ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കണം? 5 ആയിരിക്കണം, അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. മറന്നു പോരുത്. 5നെ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ 5നെ ഒരു ഓഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ യു വിൽ ഗെറ്റ് ഓഡ്. ഓക്കെ, സോ 5നെ ഈവൻ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ യു വിൽ ഗെറ്റ് ഈവൻ നമ്പർ. സോ 5ന്റെ ഓഡ് നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റ് എപ്പോഴും 5 ആയിരിക്കും. 5ന്റെ ഈവൻ നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റ് എപ്പോഴും 0 ആയിരിക്കും. ഇവിടെ ഓഡ് നമ്പേഴ്സ് തന്നിരിക്കുന്നത്. സോ എപ്പോഴും 5ന്റെ ഓഡ് നമ്പർ ആയിരിക്കും, ഓഡ് മൾട്ടിപ്പിൾ ആയിരിക്കും കിട്ടുക. സോ യൂണിറ്റ് ഡിജിറ്റ് ഈസ് 5. ഗെറ്റ് ദ ഐഡിയ? സോ ആലോചിച്ച് നോക്കുക, സിമ്പിൾ ആണ്. 5 ഉണ്ടോ നോക്കുക. 0 ആണെങ്കിൽ 2ന്റെ 5ന്റെ പേർ ഉണ്ടോ നോക്കുക, ശ്രദ്ധിക്കുക. ഓക്കെ, ഇതൊക്കെയാണ് UPSC സ്ഥിരം അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു ഏരിയ ആണിത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം ഇതാണ്. താരതമ്യേന കുറച്ച് ഡിഫിക്കൽട്ട് ഉള്ള ചോദ്യമാണ്, ബട്ട് ശ്രദ്ധിച്ചിരിക്കുക, നമുക്ക് ചെയ്യാൻ പറ്റും. UPSC യഥാർത്ഥ എക്സാമിന് നിങ്ങൾക്ക് മറ്റുള്ള ചോദ്യങ്ങൾ ചെയ്തതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ നോർമലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെയ്യാതിരിക്കാം. അതൊരു ടാക്ടിക്കാണ്. നമുക്ക് എത്ര മാർക്ക് കിട്ടിയാൽ ക്വാളിഫൈ ചെയ്യാണ്, അപ്പൊ അതനുസരിച്ച് ചെയ്യുക. ബട്ട് എന്തായാലും ഞാനിത് ചെയ്യുവാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നാം, ചിലപ്പോൾ കുറെ കാര്യങ്ങളുണ്ട്. സംഭവം സിമ്പിൾ ആണ്, ബട്ട് കുറെ കാര്യങ്ങൾ അനലൈസ് ചെയ്യാനുണ്ട്. ഈ പറയുന്ന ടൈമിനുള്ളിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഓക്കെ, സോ നോക്കൂ, നമ്മുടെ ചോദ്യം ഇതാണ്. ലെറ്റ് PQR be a 3-digit number, then PPT be a 3-digit number and PS be a 2-digit number, where P, Q, R, S, T are distinct non-zero digits. അപ്പോൾ പിയും ക്യൂവും ആറും എസും ഏറ്റവും ഡിസ്റ്റിങ്ക്റ്റ് ആണ്, ടിയും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. പിന്നെ എന്താവാൻ പാടില്ല? 0 ആകാൻ പാടില്ല. അതിനുശേഷം ഒരു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. PQR മൈനസ് PS എന്താടാ? PPT ആണെന്ന് പറയുന്നുണ്ട്. ദെൻ അവർ പറയുന്നുണ്ട് ക്യൂവിന്റെ വില 3 ആണ്. ക്യൂവിന്റെ വില 3 ആണെങ്കിൽ എങ്ങനെ എഴുതാം? P3R മൈനസ് PS ഈക്വൽ ടു PPT. ഓക്കെ അല്ലേ? ഇനി അവർ പറയുന്ന കണ്ടീഷൻ എന്താ? ടിയുടെ വില, നമുക്ക് ക്യൂവിന്റെ വില 3 ആണെന്ന് അറിയാം. ടിന്റെ വില എന്താ പറയുന്നത്? ലെസ് ദാൻ 6 ആണ്. ലെസ് ദാൻ 6 ആണെങ്കിൽ എന്തൊക്കെയാവാടാം? നാച്ചുറൽ നമ്പറിൽ 1 ആവാം, 2 ആവാം. ശരിയല്ലേ? ഡിസ്റ്റിങ് നോൺ സീറോ ഡിജിറ്റ് എന്നാണ്. നാച്ചുറൽ നമ്പർ ആണെന്ന് പറയുന്നില്ല, ബട്ട് നമുക്കറിയാം നോൺ സീറോ ആണെങ്കിൽ പിന്നെ ഡിജിറ്റ് അങ്ങനെയല്ലേ ഉള്ളൂ, നെഗറ്റീവ് വരത്തില്ല. 1, 2, 3 വരത്തില്ല, കാര്യം 3 നമ്മൾ ക്യൂവിന് കൊടുത്തല്ലോ. 1, 2, 4, 5. ഓക്കെ, 1, 2, 4, 5 എന്നാണ് പറയുന്നത്. അപ്പൊ ടിയുടെ പോസിബിൾ വാല്യൂസ് ആണ് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഈ ചോദ്യത്തിലോട്ട് ചെയ്യാൻ കിടക്കണതിന് മുമ്പ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയാം. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയടാ. ഇപ്പോ നിങ്ങൾക്ക് 23ൽ നിന്ന് 14 കുറയ്ക്കണം. ഓക്കെ, സോ യു ഹാവ് ടു സബ്ട്രാക്ട് 14 ഫ്രം 23. സോ നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യം ചെയ്യേണ്ടത് 3ൽ നിന്ന് 4 കുറയ്ക്കാൻ നോക്കും. പക്ഷെ 3ൽ നിന്ന് 4 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ 2ൽ നിന്ന് 1 ഇങ്ങോട്ടേക്ക് കടമെടുക്കും അല്ലെ. അപ്പൊ ഇത് എത്രയാകൂടാ? 13 ആകും അല്ലെ. ഇത് എത്രയാകും? അപ്പോ ഇത് 13 ആകും. 13 നമ്മൾ എന്ത് ചെയ്യും? 4 കുറയ്ക്കും. സോ നിങ്ങൾ എപ്പോഴും ചെയ്തിട്ടുള്ളപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഏട്ടാ നമ്മൾ ഇവിടുത്തെ സൈഡിൽ നിന്ന് ഒരു നമ്പർ ഇങ്ങനെ കടമെടുക്കുമ്പോൾ നമുക്ക് മാക്സിമം കടമെടുക്കാൻ പറ്റുന്ന നമ്പർ എത്രയാ? 1 ആണ്. നമ്മൾ എത്ര എടുക്കാറുള്ളൂ? 1 എടുക്കാറുള്ളൂ. സോ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ എന്ത് ചെയ്യണമ്പോ ഒരു സൈഡിൽ നിന്ന്, അതായത് ഈ നമ്പർ ചെറുതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ കട എടുക്കുന്ന എത്രയാണ്? 1 ആണ് പറ്റുന്നുള്ളതെന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് നിങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നമുക്ക് ഈ ആദ്യത്തെ ഇവിടുത്തെ ഈ കോൺസെപ്റ്റിലേക്ക് കടക്കാം. നോക്കി നോക്കും മക്കളെ. PQRൽ നിന്ന് PS കുറച്ചു, അപ്പൊ നിങ്ങൾക്ക് PPT ആണ്. ശരിയല്ലേ? അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഞാൻ ഒരു 0 കൊടുക്കുവാണ്. കണ്ടോ, ഇവിടെ ഞാൻ 0 കൊടുക്കുവാണ്. പിയിൽ നിന്ന് 0 കുറച്ചു, P കിട്ടി. സോ അങ്ങനെയാണെന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ പിയിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല? ക്യൂവിലേക്ക് 1നെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ശരിയല്ലേ? ഇപ്പൊ ഇവിടെ നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. 6ൽ നിന്ന് S കുറയ്ക്കണം, എസിൽ നിന്ന് 6ൽ നിന്ന് S കുറയ്ക്കും, പിന്നെ ക്യൂവിൽ നിന്ന് P കുറയ്ക്കും. അങ്ങനെ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ കടം എടുക്കുന്നത്. ഇവിടെ നിങ്ങൾ പെട്ടെന്ന് നോക്കി മനസ്സിലായത്, പിയിൽ നിന്ന് ഏതോ 0 കുറച്ചപ്പോൾ P തന്നെ കിട്ടുന്നു. അതിന്റെ അർത്ഥം പിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ക്യൂവിന്റെ സൈഡിലോട്ട് നമ്പറുകളൊന്നും കൊടുത്തിട്ടില്ല എന്നാണ് അർത്ഥം. ശരിയല്ലേടാ? ശരിയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ക്യൂവിന്റെ വില എന്താ? 3 ആണ്. അങ്ങനെ കടം എടുക്കേണ്ട ആവശ്യം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും, എന്താ ഈ വന്നിരിക്കുന്ന 3, അതായത് ക്യൂവിന്റെ വാല്യൂ 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ
എന്ത് ചെയ്തിട്ടില്ല, പിയിൽ നിന്ന് ഇങ്ങോട്ട് കടം കൊടുത്തിട്ടില്ല. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് പറയാൻ പറ്റും ഇവിടത്തെ പിയുടെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ ക്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ലെസ് ദാൻ 3 ആയിരിക്കും. ശരിയല്ലേടാ? ശരിയല്ലേ? ശരിയാണ്. അങ്ങനെയാണെങ്കിൽ പിന്റെ പോസിബിൾ വാല്യൂസ് ഏതൊക്കെയാ? 3യേക്കാൾ ചെറുതായിട്ടുള്ളത് 1 വരാം, 2 വരാം. ശരിയല്ലേ? ഫിക്സ് അല്ലേ? പിയുടെ വാല്യൂ 1 2 വരാം. അത് ഉറപ്പിച്ചു. ഇതെങ്ങനെയാണ് പിയുടെ വില ലെസ് ദാൻ 3 ആവുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. എങ്കിൽ ഈ പിയുടെ വില എങ്ങനെയാണ് 1ഉം 2യിലോട്ട് ഫിക്സ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ അത് ആലോചിച്ച് നോക്കുക. ഓക്കെ, നമുക്ക് മാക്സിമം എത്ര കടം കൊടുക്കാൻ പറ്റും? 1 കടം കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയ സമയത്ത് പിയിൽ നിന്ന് 0 കുറച്ചപ്പോൾ പി തന്നെ കിട്ടിയിട്ടുണ്ട്. അതേ നമ്പർ തന്നെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതായത് പിയിൽ നിന്ന് കടം കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ പിയേക്കാൾ ചെറിയ ഒരു P-1 ആയിരിക്കും നമുക്ക് ഇവിടെ എന്തായിട്ട് കിട്ടേണ്ടിയിരുന്നത്? റിസൾട്ട് ആയിട്ട് കിട്ടേണ്ടിയിരുന്നത്. സോ അതിന്റെ അർത്ഥം ഇവിടെ കടം എടുക്കാതെ തന്നെ നമുക്ക് ഇവിടുത്തെ വാല്യൂവിൽ നിന്ന് ആരെ കുറയ്ക്കാൻ പറ്റി? പിയെ കുറയ്ക്കാൻ പറ്റിയെന്നാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ 3 എന്ന് പറയുന്നത് ആരെക്കാൾ വലുതായിരിക്കും ഉറപ്പായിട്ടും. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് ആരെക്കാൾ, ഈ പി എന്ന് പറയുന്നത് ഈ നമ്പറിനേക്കാൾ ചെറുതായിരിക്കും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ പിക്ക് 2 പോസിബിലിറ്റി ഉള്ളൂ, 1ഉം 2ഉം. ശരിയല്ലേ? ശരിയാണ്. ഇനി ഇതിലോട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ശ്രദ്ധിച്ചു നോക്കാം, നമുക്കൊന്ന് ചെയ്തു നോക്കാം. 2 പോസിബിലിറ്റികളുള്ളൂ. ഈസി അല്ലേ? 3യിൽ നിന്ന് 1 കുറച്ചാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 2 കിട്ടും. നിങ്ങൾക്കറിയാം 3യിൽ നിന്ന് എന്ത് കുറച്ചാൽ, 3യിൽ നിന്ന് പി കുറച്ചാൽ പി കിട്ടണം. സോ ഇവിടെ കിട്ടുന്നുണ്ടോ? അപ്പോൾ ഈ കാൽക്കുലേഷൻ സെറ്റ് അല്ല. ദെൻ 3യിൽ നിന്ന് 2 കുറച്ച് നോക്ക്, 2 കുറച്ചാൽ നിങ്ങൾക്ക് 1 കിട്ടും. അപ്പൊ ഈ കാൽക്കുലേഷനും സെറ്റ് അല്ല. പക്ഷേ നിങ്ങൾക്കറിയാലോ പിയുടെ വില 1ഓ 2ഓ ആകത്തുള്ളൂ. പക്ഷെ ക്യൂവിൽ നിന്ന് നിങ്ങൾക്ക് 1 കുറച്ചാലും എന്ത് കിട്ടത്തില്ല? ഈ പറയുന്ന കണ്ടീഷൻ P3 - P കിട്ടത്തില്ല. അപ്പൊ ഇവിടെ എന്തല്ലടാ? 3 അല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ 3 അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ 3യിൽ നിന്ന് പരമാവധി ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്നത് എത്രയാ? 1 ആണ്. അപ്പൊ ഇവിടെ എത്രയായിരിക്കാം? 2 ആയിരിക്കാം. ശരിയല്ലേടാ? ഉറപ്പല്ലേ? 1 ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാല് പിന്നെ, കാരണം ആറിന്റെ വില, അത് നിങ്ങൾ മനസ്സിലാക്കുക, ആറിന്റെ വില എന്തായിരിക്കാം? എസിനേക്കാൾ ചെറുതായിരിക്കാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഈ P ലെസ് ദാൻ 3 എന്ന് ഫിക്സ് ചെയ്തതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസെപ്റ്റ് ഫിക്സ് ചെയ്യാം. R ഈസ് ലെസ് ദാൻ S എന്ന് ഫിക്സ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഒന്ന് കടമെടുത്തത്. അപ്പൊ കടമെടുത്തപ്പോൾ ഇവിടെ എത്രയായി കാണും? ഈ പൊസിഷനിൽ എത്രയായി കാണും? ഇവിടെ ഈ പൊസിഷനിൽ എത്രയായി കാണും? 2 ആയി കാണും. ഇവിടെ എത്രയായി കാണും? 2. ഓക്കെ, 2 മൈനസ്, ഇനി ചെയ്ത് നോക്കാം. 2 - 1 ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 1 കിട്ടും. ശരിയല്ലേ? 2 - 2 ചെയ്യാൻ പറ്റത്തില്ല, കാരണം നിങ്ങൾ ആൾറെഡി അവിടെ 2 എടുക്കുവാണല്ലോ. 2 - 2 കിട്ടും, നിങ്ങൾക്ക് 0 അല്ലേ കിട്ടുള്ളൂ. അപ്പൊ ഇത് ശരിയത്തില്ല. അപ്പൊ പിയുടെ വില എത്ര കിട്ടണം? ഇവിടെയും P, ഇവിടെയും P. അങ്ങനെയാണെങ്കിൽ പിയുടെ വില നിങ്ങൾ ഫിക്സ് ചെയ്തു. എത്രയാണ്? 1 ആണ് ഫിക്സ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ടിന്റെ വില എന്താവൂലടാ? 1 ആകത്തില്ല. ക്ലിയർ അല്ലേ? അപ്പൊ പിന്റെ വില ഫിക്സ് ചെയ്തു. എന്തൊക്കെ ഫിക്സ് ചെയ്തു? ക്യൂവിന്റെ വില 3 ആണ്, പിന്റെ വില 1 ആണെന്ന് ഫിക്സ് ചെയ്തു. ടിന്റെ വില ഇനി 2ഓ 4ഓ 5ഓ ആകാം. ഇതല്ലേ പോസിബിലിറ്റി? ടിന്റെ വില 2 ആകാം, 4 ആകാം, 5 ആകാം. എന്താണ്? 6ൽ നിന്ന് എന്ത് കുറയ്ക്കുമ്പോൾ? എസ് കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടണം? 2ഓ 4ഓ 5ഓ കിട്ടണം. ശരിയല്ലേ? ഇത്രയും ഫിക്സ് ആയെന്ന് കരുതുന്നു. റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കുക. ഇനി നമ്മൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേടാ. ഇവിടെ നിങ്ങൾക്കറിയാം ആറിന്റെ വില എസിനേക്കാൾ ചെറുതാണ്. അതുകൊണ്ടാണ് ഇവിടെ പിയിൽ നിന്ന് എന്ത് ചെയ്ത് 1 നമ്മൾ കടമെടുത്തത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സിംഗിൾ ഡിജിറ്റ് നമ്പർ ആണ്. അപ്പൊ മാക്സിമം ആറിന്റെ വില 1 കടമെടുക്കുമ്പോൾ ഒന്നുകിൽ എത്രയാവാടാ? 19 ആകാം, 18 ആകാം. 6 1 കിട്ടിയതിന് ശേഷമുള്ള കേസാണ് കേട്ടോ പറയുന്നത്. എങ്കിൽ 6, 9, 8 അങ്ങനെ വരാം. 19 ആകാം, 18 ആകാം, 17 ആകാം, 16 ആകാം, 15 ആകാം, 14 ആകാം. ഇത് പെട്ടെന്ന് എഴുതാൻ കേട്ടോ, മനസ്സിലാക്കാനാണ് ഞാൻ ഇത്രയും സ്റ്റെപ്പിൽ എഴുതുന്നത്. 13 ആകാം, 12 ആകാം, 11 ആകാം. ആരുടെ വാല്യൂ ആണ് പറയുന്നത്? 6ന്റെ വില 9 ആണെങ്കിൽ നിങ്ങൾ 19ൽ നിന്നാണ് എസ് കുറയ്ക്കേണ്ടി വരിക. സോ നോക്കിയേ, 6ന്റെ വില 9 ആകാനുള്ള സാധ്യതയുണ്ടോ? നോക്കാം. ഇതിൽ ഏതൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റൂടാ? പിന്റെ വില 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 12, 11 ആവാലോ. ഓക്കെ, പിന്റെ വില 1 ആണെന്ന് അറിയാം. അപ്പൊ ഒരിക്കലും 11 ആവത്തില്ല, കാര്യം ഡിസ്റ്റിങ്ക്ട് ആണെന്ന് പറയുന്നുണ്ട്. ദെൻ ക്യൂവിന്റെ വില 3 ആണെന്ന് അറിയാം. അപ്പൊ 13ഉം ആകത്തില്ല. അപ്പൊ ഇത് രണ്ടും ഓപ്ഷൻ ഇല്ല. അപ്പൊ ആരുടെ വാല്യൂസ്? ആറിന്റെയും എസിന്റെയും വാല്യൂസ് 3ഉം 1ഉം ആകില്ല എന്ന് മനസ്സിലാക്കി. ഓക്കെ അല്ലേ? ഇത് നമുക്ക് ചെയ്തു നോക്കാം. നോക്കടാ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ 13ൽ നിന്ന് ഏതോ ഒരു സിംഗിൾ ഡിജിറ്റ് കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് 2ഓ
4 5 കിട്ടണം. നോക്ക് 19 നിന്ന് നിങ്ങൾ പരമാവധി കുറയ്ക്കാൻ പറ്റുന്ന 9 ആണ്. നിങ്ങൾക്ക് 9 കുറച്ചാൽ നിങ്ങൾക്ക് എത്ര കിട്ടുള്ളൂ? 10 കിട്ടൂ. 2 4 5 ഒരു സിംഗിൾ ഡിജിറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും പരമാവധി കുറയ്ക്കാൻ പറ്റുന്ന 9 ആണ്. 19 നിന്ന് 9 കുറച്ച 10 കിട്ടൂ. അപ്പൊ ഒരിക്കലും ആരുടെ വില എസിന്റെ വില 9 ആവത്തില്ല. ക്യാൻസൽ ചെയ്തു. ഇനി ഇവിടെ നിന്ന് നിങ്ങൾ 9 കുറച്ചാൽ നിങ്ങൾക്ക് എത്ര കിട്ടത്തുള്ളൂ? 9 കിട്ടൂ. അതും ഈ ടീന്റെ പോസിബിലിറ്റി ഉള്ള വാല്യൂസിൽ ഇല്ല. അപ്പൊ ഇതും വരത്തില്ല. ഇതിൽ നിന്ന് ഞാൻ എന്തിനാ 9 കുറച്ച് നോക്കുന്നത്? പരമാവധി കുറയ്ക്കാൻ പറ്റുന്ന 9 ആണ്. സിംഗിൾ ഡിജിറ്റ് അല്ലേ? എസ് ഒരു യൂണിറ്റ് ഡിജിറ്റ് നമ്പർ ആണ്. ഓക്കെ, സിംഗിൾ ഡിജിറ്റ് നമ്പർ ആണ്. അപ്പൊ അത് കുറച്ച് കഴിഞ്ഞാൽ കിട്ടത്തില്ല. നിങ്ങൾക്ക് ഈ പറയുന്ന ടീന്റെ ഏതെങ്കിലും വാല്യൂ കിട്ടണ്ടേ? 2 4 5 കിട്ടണം. അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. 17 ആണെങ്കിലോ 17 9 കുറച്ച് നിങ്ങൾക്ക് എത്ര കിട്ടൂടാ? 8 ആണ് കിട്ടുക. 8 അതും പോസിബിലിറ്റി ഇല്ല. നമുക്ക് 2 4 5 ഉള്ളൂ. 16 നിന്ന് നിങ്ങൾ 9 കുറച്ചാലോ? ഇത് പെട്ടെന്ന് ചെയ്യാവുന്നുണ്ടോ? നിങ്ങൾക്ക് പെട്ടെന്ന് ലോജിക്കലി കിട്ടും. 16 നിന്ന് കുറച്ചാലും നിങ്ങൾക്ക് എത്ര കിട്ടൂടാ? 16 നിന്ന് 9 കുറയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 7 കിട്ടും. അതും പോസിബിലിറ്റി ഇല്ല. 15 നിന്ന് നിങ്ങൾ 9 കുറച്ചാൽ എത്ര കിട്ടും? 15 9 നിങ്ങൾക്ക് 6 ആണ് കിട്ടുക. എത്ര കിട്ടുക? 6. അതും പറ്റത്തില്ലല്ലോ. ടീയുടെ പോസിബിലിറ്റി 2 4 5 ഉള്ളൂ. അതും പറ്റത്തില്ല. ദെൻ 14 നിന്ന് നിങ്ങൾ എത്ര കുറച്ച് കഴിഞ്ഞാൽ? 9 കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടൂടാ? 14 നിന്ന് 9 കുറയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 5 കിട്ടും. യെസ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആരുടെ വില? എസിന്റെ വില ആരാകാം? 9 ആകാം. 6ന്റെയും എസിന്റെയും പേരുകളായിരുന്നേ. 6ന്റെ വില എത്രയാകാം? 4 ആകുന്ന ഒരു പേര് വരാം. എസിന്റെ വില 9 ആകുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട്. കാരണം 5 കിട്ടും. ഇനി ഈ 14 നിന്ന് നിങ്ങൾ എത്ര കുറച്ച് നോക്കിയാൽ? 8 കുറച്ച് നോക്ക്. 14 നിന്ന് നിങ്ങൾ 8 കുറച്ചാൽ നിങ്ങൾക്ക് എത്ര കിട്ടുക? 6 ആണ് കിട്ടുക. പോസിബിലിറ്റി ഇല്ല. അപ്പൊ പിന്നെ 8 7 6 കുറച്ചാലും ഉറപ്പായിട്ട് 6നേക്കാൾ വലിയ നമ്പറാണ് കിട്ടുക. അപ്പൊ 14 ഈ 9 വരുന്ന ഈ 4 9 വരുന്ന ഒരു ജോഡി മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് ഇനി പറയാൻ പറ്റുന്ന എന്താ? 12 ആണ്. ഓക്കെ, 13 11 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം 13 വരത്തില്ല. കാരണം Q3 ആണ്, P1 ആണ് ഫിക്സ് ചെയ്തു. 12 നിന്ന് നോക്കി നോക്കടാ. 12 നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാ? ശ്രദ്ധിച്ചേ. 12 നിന്ന് പരമാവധി കുറയ്ക്കാൻ പറ്റുന്ന 9 ആണ്. എത്ര കിട്ടും? 12 നിന്ന് 9 കുറച്ചാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 3 ആണ് കിട്ടുക. 3 പറ്റത്തില്ലല്ലോ. കാര്യം എന്താടാ? 3 നമ്മൾ ആൾറെഡി ക്യൂന് കൊടുത്തു കഴിഞ്ഞു. അടുത്ത് 12 നിന്ന് എത്ര കുറച്ച് നോക്ക്? 8 കുറയ്ക്ക്. 4 കുറയ്ക്ക്. 4 കിട്ടും. സോ പോസിബിലിറ്റി ഉണ്ട്. അപ്പോ 6ന് എന്ത് വരാം? 2 വരാം. എസിന് എന്തും വരാം? 8 വരാം. ദെൻ 12 നിങ്ങൾ എത്ര ചെയ്ത് നോക്കുക? 12 7 കുറച്ച് നോക്കടാ. 7 കുറച്ച് നിങ്ങൾക്ക് എത്ര കിട്ടും? 5 കിട്ടും. അങ്ങനെയാണെങ്കിൽ 2ഉം 7ഉം ഒരു പേരുണ്ട്. ദെൻ 12 നിങ്ങൾ എത്ര കുറച്ച് നോക്ക്? 12 നിന്ന് എത്ര കുറച്ച് നോക്കാം? ഇനി ചെയ്ത് നോക്കുകയാണെങ്കിൽ 12 നിന്ന് നിങ്ങൾക്ക് ഇനി 6 കുറച്ച് നോക്കാം. നിങ്ങൾക്ക് 6 കിട്ടും. സോ 6 പോസിബിലിറ്റി. 2 4 5 അല്ലേ കിട്ടാൻ പാടുള്ളൂ, വേറെ കിട്ടാൻ പാടില്ല. അപ്പൊ പിന്നെ ഇനി കുറച്ച് കാര്യമില്ല. 12 5 കുറച്ച് പിന്നെ 7 കിട്ടുക. സോ അങ്ങനെയാണെങ്കിൽ 6ന്റെയും എസിന്റെയും എത്ര പേരുകളാണ് പോസിബിലിറ്റി ഉള്ളത്? 3 പേരുകളാണ് പോസിബിൾ ആയിട്ട് ഉള്ളത്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കുക. ഇതിൽ ഏറ്റവും മനസ്സിലാക്കേണ്ട കോൺസെപ്റ്റ് ഞാൻ ഈ പറഞ്ഞതാണ്. ഒന്നാണ് ഇങ്ങോട്ട് കടം എടുക്കുന്നുള്ളൂ എന്നുള്ള കേസ്. മാക്സിമം അത്രേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന കേസ് മനസ്സിലാക്കിയിരിക്കുക. എപ്പോഴാണ് നമ്മൾ കടം എടുക്കേണ്ടി വരിക? ഈ മുകളിലത്തെ നമ്പർ താഴത്തെ നമ്പറിനേക്കാൾ ചെറുതായിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടി വരിക? കടം എടുക്കേണ്ടി വരിക. ഈ ഒരു ഇത്രയും ലോജിക്ക് മനസ്സിലാക്കി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ച് സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. സോ ജസ്റ്റ് ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തു വെക്കുക, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ജസ്റ്റ് ഞാൻ ഒരു തവണ കേട്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്ന ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. ദെൻ എന്ത് ചെയ്യുക? നിങ്ങൾ സ്വന്തമായി ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു.